ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അരുന്ധതി. കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷൻ മുഖേന കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉൽപാദനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂൺ ഗ്രാമം പദ്ധതി. സംസ്ഥാന വ്യാപകമായി 100 കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. 100 ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾക്ക് പുറമെ 2 വൻകിട കൂൺ ഉൽപാദന യൂണിറ്റും 1 കൂൺ വിത്തുൽപാദന യൂണിറ്റ്, 3 കൂൺ സംസ്കരണ യൂണിറ്റ്, 2 പാക്ക് ഹൗസ്, 10 കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവ ചേർന്നതാണ് ഒരു സമഗ്ര കൂൺ ഗ്രാമം. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ബ്ലോക്കിനെയാണ് കൂൺ ഗ്രാമത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ അംഗമാകാൻ താൽപ്പര്യമുള്ളവർ കരമടച്ച രസീത്, ആധാർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവ സഹിതം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജൈവ വൈവിധ്യം, കാവ്, കണ്ടൽവനം, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സംഭാവനകൾ നൽകിയ വ്യക്തികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ, കൃഷിക്കാർ തുടങ്ങിയവരിൽ നിന്നും കേരള വനം വന്യജീവി വകുപ്പ് വനമിത്ര 2024-25 പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. വനമിത്ര 2024-25 പുരസ്കാരത്തിന് അർഹരാവുന്നവർക്ക് ഓരോ ജില്ലയിലും 25,000 രൂപയും അവാർഡും ഫലകവുമാണ് നൽകുന്നത്. കണ്ണൂർ ജില്ലയിൽപ്പെട്ട അപേക്ഷകർ അവാർഡിനുള്ള അപേക്ഷ അർഹത സാധൂകരിക്കുന്ന കുറിപ്പും ഫോട്ടോകളും സഹിതം 2024 ഓഗസ്റ്റ് 30 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കണ്ണൂർ കണ്ണോത്തുംചാലിലുള്ള സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04972705 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഈ സമൃദ്ധ പദ്ധതി കേരളത്തിലുടനീളം നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പശുവിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഈ സമൃദ്ധ സംവിധാനം കേരളത്തിലുടനീളം നടപ്പിലാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ കോതമംഗലം ബ്ലോക്കിന് കീഴിലുള്ള വടാശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം പുതുതായി നിർമ്മിച്ച ഫാമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പശുവിന്റെ ചെവിയിൽ ചിപ്പ് അധിഷ്ഠിത ടാഗ് ഘടിപ്പിച്ച പശുവിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി 7.5 കോടി രൂപ ചെലവഴിച്ച് പത്തനംതിട്ടയിലാണ് തുടങ്ങിയത്. ഡിജിറ്റൽ കന്നുകാലി ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനമാണ് ഈ സമൃദ്ധ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പശുവിന്റെ വാക്സിനേഷൻ വിവരങ്ങൾ, പാലിന്റെ അളവ്, ഉടമയുടെ വിവരങ്ങൾ തുടങ്ങിയവ ഇതുവഴി ലഭ്യമാകും. കൂടാതെ വീട്ടുമുറ്റത്ത് മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിന് 152 ആംബുലൻസുകളും സജ്ജമാക്കുകയാണ്.